പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1 ഓൺവേർഡ്സ് നമുക്ക് വളരെ സുപരിചിതമാണ്. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഉള്ള ഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നതെന്തോ അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പരീശന്മാരുടെ കൂട്ടത്തിൽ, അതായത് വേദശാസ്ത്രിമാരുടെ കൂട്ടത്തിൽ, അവരുടെ എല്ലാം പ്രമാണിയായി, അവരുടെ എല്ലാം ഒരു ഉപദേഷ്ടാവായിരിക്കുന്ന, അവരുടെ എല്ലാം ഒരു നേതാവായിരിക്കുന്ന ഒരു വ്യക്തി നിക്കോദെമോസ് കർത്താവിൻ്റെ അടുക്കലേക്ക് രാത്രി വരികയാണ്. നിക്കോദെമോസ് രാത്രി വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം രഹസ്യമായിട്ടാണ് വന്നിരുന്നത്, കർത്താവിനെ അദ്ദേഹം രഹസ്യമായിട്ടാണ് പിന്തുടർന്നിരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല. എനിക്ക് നിക്കോദെമോസിൻ്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. എനിക്കിവിടെ എഴുതിയിരിക്കുന്ന കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം: ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുവാൻ ആരംഭിച്ചാൽ ഒരു സമയം വരെ അത് രഹസ്യമാക്കി വെക്കാൻ പറ്റും. എന്നാൽ ഒരു സമയം വരും അത് രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ അതൊന്ന് രഹസ്യമാക്കി വെക്കാൻ കഴിയും. എന്നാൽ വളരെ താഴ്മയോടെ പറയട്ടെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന് നാം കീഴ്പ്പെടുമ്പോൾ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അരുമനാഥൻ്റെ ഹിതപ്രകാരം നാം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുവാൻ, ഇടപെടുവാൻ, പ്രവർത്തിപ്പാൻ എല്ലാം ആരംഭിക്കും. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. നമുക്ക് വചനത്തിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് മടങ്ങി വരാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. നിക്കോദെമോസ് രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട്, റബി, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആര്? താനും തൻ്റെ കൂടെ ഉള്ളവരും കർത്താവ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് അറിയുന്നു. എന്നിട്ട് ഇപ്രകാരമാണ് സംസാരിക്കുന്നത്: ദൈവം കർത്താവിനോടുകൂടെ ഇല്ല എങ്കിൽ കർത്താവ് ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്നു പറഞ്ഞു. അതായത് നിക്കോദെമോസ് സാക്ഷി പറയുകയാണ്, കർത്താവിൻ്റെ ഓരോ പ്രവൃത്തിയും കണ്ടിട്ട് ദൈവം, സാക്ഷാൽ ദൈവം ആണ് താങ്കൾ, അല്ലെങ്കിൽ സാക്ഷാൽ ദൈവം താങ്കളുടെ ഉള്ളിൽ ഉണ്ട് എന്ന്, താങ്കളുടെ ഉള്ളിൽ ദൈവമുള്ളത് കൊണ്ടാണ്, അതായത് കർത്താവിൻ്റെ ഉള്ളിൽ ദൈവമുള്ളത് കൊണ്ടാണ് കർത്താവിന് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തികളെ ചെയ്യുവാൻ കഴിയുന്നത് എന്ന് നിക്കോദെമോസ് പറയുകയാണ്. ഒരു കാര്യം കർത്തൃനാമത്തിൽ നിങ്ങളും ഞാനും മനസ്സിലാക്കണം. നിക്കോദെമോസ് പറയുകയാണ്, കർത്താവിൻ്റെ ഉള്ളിൽ ദൈവം ഉള്ളത് കൊണ്ടാണ് കർത്താവ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് എന്ന്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരു സംശയത്തിനും വകയില്ലാതെ പറയാം, ഞാൻ എന്നും പറയും, എപ്പോഴും പറയും, എന്നേക്കും പറയും: ദൈവത്തിന് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ കഴിയൂ. ദൂതന്മാർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ കഴിയുകയില്ല. ദൂതന്മാർക്ക് ഒരു സന്ദേശം കൈമാറാം, അല്ലെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചെയ്യാം. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രത്യേകത, ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നു. അതത്രേ ക്രിസ്തു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തനിക്ക് ലഭിച്ച ആ കാഴ്ചപ്പാടാണ് നിക്കോദെമോസ് പറയുന്നത്. നിക്കോദെമോസ് പറയുന്നത് പൂർണ്ണമായും ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിക്കോദെമോസിൻ്റെ അറിവ് എനിക്കും നിങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ അംശമായ അറിവാണ്. അത് ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാനും കഴിയും.
ഇവിടെ ദൈവമക്കളെ, നിങ്ങളും ഞാനും പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. യേശുക്രിസ്തുവിനെ അറിയുവാൻ, യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, യേശുക്രിസ്തു ആരെന്ന് ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിനെ സ്വീകരിച്ച്, യേശുക്രിസ്തുവിൽ വസിച്ച്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ആ ജീവന്റെ അനുഭവം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് വേദപുസ്തകത്തിലെ വചനത്തിൽ നിന്ന്, സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയുവാൻ കർത്താവിൻ്റെ കൃപയാൽ കഴിയും. ഇവിടെ കർത്താവിൻ്റെ കൃപയാൽ അദ്ദേഹം പറയുകയാണ്, റബി, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ പെടാത്ത ഒരുവനെ പരീശന്മാരുടെ പ്രമാണി വിളിക്കുകയാണ് റബി. അതായത് ടീച്ചർ, വചനം പഠിപ്പിക്കുന്നവനെ, എന്നേക്കാളും വലിയവനെ എന്ന് അവിടെ വിളിക്കുകയാണ്. അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം അങ്ങയോട് കൂടെ ഇല്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്നു പറഞ്ഞു. മനസ്സിലാക്കണം, നിക്കോദമോസ് പറയുകയാണ്, ദൈവം കർത്താവിനോട് കൂടെ ഇല്ല എങ്കിൽ ഈ കർത്താവ് ചെയ്യുന്ന ഈ പ്രവൃത്തികളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. എന്തുകൊണ്ട് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു? കാരണം കർത്താവ് ചെയ്ത ഓരോ പ്രവൃത്തിയും, കർത്താവിൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ ഏടും വ്യക്തമായ രീതിയിൽ ദൈവത്തിന് മാത്രം, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സാക്ഷാൽ ഏക ദൈവത്തിന് മാത്രം നിവർത്തിപ്പാൻ കഴിയുന്നതായിരുന്നു. ഒരിക്കലും ഒരു മനുഷ്യന് നിവർത്തിപ്പാൻ കഴിയുന്നത് അല്ല. ഇതാണ് ഏറ്റവും വലിയ യുണീക്നെസ് എന്ന് പറയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നിക്കോദമോസ് പറഞ്ഞു, അങ്ങ് ചെയ്യുന്ന അടയാളം ദൈവം ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ്, അങ്ങ് ദൈവവും ഒന്നായത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ല എങ്കിൽ സംഭവിക്കുകയില്ല എന്ന് നിക്കോദമോസ് വ്യക്തമായി പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു എന്നാൽ എന്താണ്? കർത്താവായ യേശുക്രിസ്തു എന്നാൽ ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്നാൽ എന്താണ്? ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ. നിക്കോദമോസ് പറയാതെ പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ. ഇവിടെ പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിക്കോദമോസ് സമ്മതിക്കുകയാണ്, ദൈവം കർത്താവിനോട് കൂടെ ഇല്ല എങ്കിൽ ഈ പ്രവൃത്തികളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. എന്നെ ചിന്തിപ്പിച്ചത് നിക്കോദമോസിന്റെ ഈ കമന്റ് അല്ല, അല്ലെങ്കിൽ ഈ സംഭാഷണമല്ല എന്നെ ചിന്തിപ്പിച്ചത്. എന്നെ വ്യക്തമായ രീതിയിൽ ചിന്തിപ്പിച്ചത് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ്. അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, കർത്താവ് ആമേൻ ആമേൻ, അതായത് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട്, വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിക്കോദമോസിനോട് വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ്. എന്താണ് കർത്താവ് പറയുന്നത്? യേശു നിക്കോദമോസിനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനോട് നിക്കോദമോസ് പറഞ്ഞത് എന്താണ്? ദൈവം അങ്ങയോടുകൂടെ ഇല്ല എങ്കിൽ ഈ പ്രവൃത്തികളെ ആർക്കും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? കർത്താവായ യേശുക്രിസ്തു അതിന് കൊടുക്കുന്ന മറുപടി, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നു പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകും. നിക്കോദമോസ് പറഞ്ഞതെന്ത്? കർത്താവ് പറയുന്നത് എന്ത്? ഇത് എന്താണ് എന്ന് ഒരു ചിന്ത ആർക്കായാലും വരും.
പലരും ഈ വചനം വായിച്ചിട്ട് വ്യാഖ്യാനിക്കും. എങ്ങനെയെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകില്ല എന്ന് എല്ലാം വ്യാഖ്യാനിക്കുന്നത് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. എന്നാൽ നിക്കോദമോസ് മനസ്സിലാക്കിയ സത്യം എന്ത്? നിക്കോദമോസിന്റെ ഉള്ളിൽ വെളിപ്പെട്ട സത്യം എന്ത്? നിക്കോദമോസിന് ക്രിസ്തു ആരെന്ന് മനസ്സിലായി. നിക്കോദമോസിന് യേശു ക്രിസ്തു ആരെന്ന് മനസ്സിലായി. നിക്കോദമോസ് അവിടെ വ്യക്തമായിട്ട് അങ്ങ് പ്രവാചകന്മാർ പറഞ്ഞ, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന, മോശ പ്രവചിച്ചിരിക്കുന്ന ആ മശീഹയാണ് എന്ന് വ്യക്തമായിട്ട് ആ ഒരു വാക്കിലൂടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കഴിയുന്നതും ഞാൻ മശീഹയാണ് എന്നൊരിടത്തും പറഞ്ഞില്ല. പകരം താൻ മശീഹ എന്നത് ഉപമകളിലൂടെ, പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചില വാക്കുകളിലൂടെ, ചില പ്രവൃത്തികളിലൂടെ മാത്രം അത് തെളിയിച്ച് താൻ അത് ആർക്കെല്ലാം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ ചുരുക്കം ചിലർക്ക് മാത്രം ആ സത്യത്തെ വെളിപ്പെടുത്തി മാത്രം തൻ്റെ ശുശ്രൂഷ കർത്താവ് നിവർത്തിച്ചതായിട്ട് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക, കർത്താവ് ആ കൊടുത്ത ഉത്തരം ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, എന്നെ മനസ്സിലാക്കേണ്ട നിലവാരത്തിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ, ഞാൻ ആരെന്ന് ശരിയായ രീതിയിൽ ഗ്രഹിച്ചില്ല എങ്കിൽ, ഞാൻ എന്ന സത്യത്തെ സ്വീകരിച്ചില്ല എങ്കിൽ, ഒരു കാര്യം കർത്താവ് വ്യക്തമായി പറയുന്നു, കർത്താവാണ് രാജ്യവും, കർത്താവാണ് മഹത്വവും, എല്ലാം എല്ലാം എല്ലാം. സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠമായി വാണരുളുന്നവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വലങ്കരങ്ങളിൽ 7 നക്ഷത്രം പിടിച്ചിരിക്കുന്നവൻ, വായിൽ നിന്ന് ഇരുവായുത്തിലുള്ള വാൾ പുറപ്പെടുന്നതിന് സമമായവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഹിമം പോലെ വെണ്മയേറിയ വസ്ത്രം ധരിച്ചവൻ, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അത്യുച്ച നാദമുള്ളവൻ, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക രൂപഗുണമില്ലാത്തവനായി, കോമളത്വമില്ലാത്തവനായി, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായി, രോഗം അറിയുന്നവനായി, എല്ലാ രീതിയിലും അതിക്രമക്കാരോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനായി, ബന്ധിക്കപ്പെട്ട ഒരു അടിമയ്ക്ക് സമമായി ഇറങ്ങി വന്ന ആ കർത്താവിനെ തിരിച്ചറിയുവാൻ, ആ കർത്താവ് ആരെന്ന് മനസ്സിലാക്കുവാൻ, ലോകത്തിന്റെ രക്ഷയാണ്, ലോകത്തിന്റെ പാപം ക്ഷമിക്കുന്നവനാണ്, ലോകേക രക്ഷിതാവാണ്, അതാണ് നമ്മുടെ രാജ്യം, അതാണ് നമ്മുടെ നീതി, അതാണ് നമ്മുടെ സത്യം എന്ന് ആര് ഗ്രഹിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഒരു വീണ്ടും ജനനമുണ്ട്, അവർക്കെല്ലാവർക്കും ഒരു രൂപാന്തരമുണ്ട്, അവർക്കെല്ലാവർക്കും അതേ ഒരു പ്രമോഷനുണ്ട്. ജഡപ്രകാരമുള്ള സന്തതിയിൽ നിന്ന് ഒരു ദൈവത്തിന്റെ സന്തതി എന്നൊരു പ്രമോഷൻ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, പലരുടെയും വിചാരം ഒരു രാജ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ, നമ്മൾ ഒരു രാജ്യമെന്ന് വിചാരിക്കുമ്പോൾ എന്തെല്ലാം വിചാരിക്കുമോ അതുപോലെയൊക്കെയാണ് സ്വർഗരാജ്യവും എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഈ രാജ്യത്തിൽ പ്രവേശിപ്പാൻ ആ കർത്താവിനോടുള്ള അനുകമ്പ, ആ കർത്താവിനോടുള്ള സ്നേഹം നമ്മിൽ വ്യാപരിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ പൗരനായി മാറുവാൻ നമ്മുടെ പഴയ ജീവനെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ജീവനെ സ്വീകരിക്കേണ്ടതുണ്ട്. അതായത് മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. ഈ രാജ്യത്തിൽ പ്രവേശിപ്പാൻ ഈ കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. ഈ രാജ്യം ആര്? ഈ രാജ്യം കർത്താവ് തന്നെ. നമ്മെ കർത്താവിൻ്റെ ശരീരമാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. ഈ രാജ്യത്തിനൊരു തലവനുണ്ട്. അതെ, ഈ ശരീരത്തിന്റെ തലയായവൻ തന്നെ നമ്മുടെ അരുമ നാഥനായ കർത്താവ്.
സ്വർഗരാജ്യം ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു നമ്മെ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. എങ്ങനെ? തൻ്റെ ആത്മാവിനെ നമ്മിൽ പകർന്ന്. എങ്ങനെ? താൻ തന്നെ നമ്മെ തൻ്റെ ഭാഗമാക്കി പ്രിയനായവനിൽ നമ്മെ ദത്തെടുത്തിരിക്കുന്നു എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം വ്യക്തമായി പറയുകയാണ്. യേശു നിക്കോദെമോസിനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. അതായത് എന്നെ അറിഞ്ഞില്ല എങ്കിൽ, എന്നെ സ്വീകരിച്ചില്ല എങ്കിൽ, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായില്ല എങ്കിൽ, എൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നില്ല എങ്കിൽ, തൻ്റെ ക്രൂശെടുത്ത് തന്നെത്താൻ ത്യജിച്ച് എന്നെ പിന്തുടർന്നില്ല എങ്കിൽ, ഇടുക്കവും ഞെരുക്കവുമുള്ള ഈ മാർഗത്തിലൂടെ എന്നെ അനുഗമിച്ചില്ല എങ്കിൽ, ഞാനെന്ന ജീവന്റെ അപ്പത്തെ ഭക്ഷിച്ചില്ല എങ്കിൽ, ഞാനെന്ന ആ നല്ല ഇടയന്റെ ആടായി മാറിയില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശനം ഇല്ല എന്ന് വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാപമില്ലാത്ത ജീവിതം വേണോ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറ്. ക്രിസ്തുവിൽ വസിക്കാൻ ആരംഭിക്ക്. ദുഷ്ടൻ തൊടാത്തൊരു ജീവിതം വേണോ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറ്. ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരണോ? ക്രിസ്തുവിൻ ശരീരത്തിന്റെ ഭാഗമായി മാറ്. ഭയമില്ലാത്തൊരു ജീവിതം വേണോ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറ്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പണം താങ്കൾക്ക് സ്വാതന്ത്ര്യം തരില്ല. താങ്കളുടെ കൂടെയുള്ള വ്യക്തിബന്ധങ്ങൾ താങ്കൾക്ക് സ്വാതന്ത്ര്യം തരില്ല. താങ്കളുടെ അധികാരം താങ്കൾക്ക് സ്വാതന്ത്ര്യം തരില്ല. സ്വാതന്ത്ര്യം എന്നാൽ നിത്യജീവനാണ്. മനസ്സിലാക്കണം, സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് ഫ്രീഡം? ഫ്രീഡം ഈസ് എറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. സ്വാതന്ത്ര്യം എന്നാൽ ക്രിസ്തേശുവിലുള്ള നിത്യ ജീവനാണ്. സ്വാതന്ത്ര്യം എന്നാൽ ക്രിസ്തേശുവിലുള്ള നിത്യ ജീവനാണ്. നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കും. നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ചില വ്യക്തിബന്ധങ്ങളിൽ നമുക്കുള്ള ആ പാകപ്പിഴ എല്ലാം നീങ്ങി വളരെ വിശാലമായി നടക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വ്യക്തി സ്വതന്ത്രനാണ്. ആ വ്യക്തി ജയിലിലാണെങ്കിലും ആ വ്യക്തി സ്വതന്ത്രനാണ്. കാരണം ആ വ്യക്തിക്ക് നിത്യജീവനുണ്ട്. ആ വ്യക്തിയെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. ആ വ്യക്തിയെ ശാപത്തിന് പിടിച്ചു വെക്കാൻ കഴിയില്ല. ആ വ്യക്തിയെ ഒരു ബലവാദത്തിലും ഈ ലോകത്തിന്റെ അധിപതിക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. കാരണം ഏത് സാഹചര്യത്തിലും ആ വ്യക്തി ദൈവത്തിന്റെ സന്തതിയാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ദൈവത്തിന്റെ ആത്മാവാണ് എന്നോടും നിങ്ങളോടും ഈ വിഷയം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ഈ വിഷയം സംസാരിക്കുന്നത് കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാക്കണം, കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് ഒന്നും കൂടെ വരാം. അവിടെ നിക്കോദമോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രായേലിൻ്റെ പരീശന്മാരുടെ ഉപദേഷ്ടാവായിരിക്കുന്ന വ്യക്തി കർത്താവിൻ്റെ കൃപയാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അല്പജ്ഞാനമാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒരു അല്പജ്ഞാനിയായ ഒരു വ്യക്തിയുടെ ഒരു ചോദ്യമായി മാത്രം കണ്ടാൽ മതി. അദ്ദേഹം ചോദിക്കുകയാണ്, നിക്കോദമോസ് കർത്താവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കാമോ എന്ന് ചോദിച്ചു. അതെ, സ്വാഭാവികമായ ഒരു ചോദ്യം. അതിൽ അസ്വാഭാവികത ഒന്നുമില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ജനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുക എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. നമുക്ക് രാജ്യം എന്ന് പറയുമ്പോൾ ഒരു ജോഗ്രഫിക്കൽ ഏരിയയെ നമുക്ക് കാണാൻ കഴിയൂ. എന്നാൽ ദൈവം രാജ്യമായി കാണുന്നത് തന്നെയാണ്, തൻ്റെ ശരീരത്തെ തന്നെയാണ്. ദൈവം വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ തന്നെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്.
മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ജനിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, രക്തത്താൽ ജനിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ആത്മാവിനാൽ ജനിക്കുന്നതിനെ കുറിച്ചാണ് സാക്ഷാൽ അരുമനാഥൻ പറയുന്നത്. ദൈവത്തിന്റെ ചിന്തയും മനുഷ്യന്റെ ചിന്തയും വളരെ അധികം വ്യത്യാസമുണ്ട്. ആകാശവും ഭൂമിയും പോലെ വ്യത്യാസമുണ്ട്. കർത്താവിന്റെ ചിന്തയല്ല നമ്മുടേത്, നമ്മുടെ ചിന്തയല്ല കർത്താവിൻ്റെത്. നാം ജഡപ്രകാരം ചിന്തിക്കുമ്പോൾ, ജഡപ്രകാരം നടക്കുമ്പോൾ കർത്താവ് ആത്മാവാണ്. ആത്മാവിന്റെ നിലവാരത്തിലാണ് സകലതും ചെയ്യുന്നത്. ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഈ ജഡത്തിന്റെ അനുഭവത്തിൽ നിന്ന് ആത്മാവിന്റെ അനുഭവത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്, ഒരു യാത്രയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് ദൈവത്തിന്റെ സന്തതിയിലേക്കുള്ള യാത്രയാണ് വീണ്ടും ജനനം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് ദൈവത്തിന്റെ സന്തതിയിലേക്കുള്ള യാത്രയാണ് വീണ്ടും ജനനം. കർത്താവ് 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ വെള്ളമേത് ആത്മാവേത് എന്നെല്ലാം പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ സകലതും ചെന്നു നിൽക്കുന്നത് ഒന്നിലേക്കാണ്. നമ്മൾ അവിടെയാ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം ചെന്നു നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. ആമേൻ. എല്ലാം ചെന്നു നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. മനസ്സിലാക്കണം. ഇവിടെ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നെ സ്വീകരിച്ചില്ല എങ്കിൽ, എന്നിൽ വസിച്ചില്ല എങ്കിൽ, എൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നില്ല എങ്കിൽ, എന്നെ സ്നേഹിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവൻ തന്നെ. സകലതും ക്രിസ്തുവാണ്. അവിടെ ഒന്നും വേർതിരിച്ച് കാണാൻ കഴിയില്ല. കാരണം ദൈവം ഏകനാണ്. നാം ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. നാം ദൈവത്തെ നോക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയും. കാരണം ദൈവം ഏകനാണ്. നമുക്ക് മനുഷ്യർക്കാണ് ദൈവത്തെ വേർതിരിച്ച് കാണുന്ന സ്വഭാവമുള്ളത്. ദൈവത്തിന് ആ സ്വഭാവമില്ല. കാരണം ദൈവത്തിന് അറിയാം തന്നെ വേർതിരിക്കാൻ കഴിയില്ല, താൻ ഒന്നാണെന്ന്. ദൈവത്തെയും കർത്താവിനെയും, അതായത് ദൈവവചനത്തെയും ദൈവത്തിന്റെ ആത്മാവിനെയും, അതായത് ദൈവത്തിന്റെ സ്വന്തം ജീവശ്വാസത്തെയും നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല. കാരണം ദൈവം ഏകൻ തന്നെ. ഇവിടെ കർത്താവ് പറയുന്ന ആ വാക്യത്തിലേക്ക് നമുക്കൊന്നും കൂടെ വരാം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. 6-ാമത്തെ വാക്യം വേഴ്സ് 6. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. മനസ്സിലാക്കണം, യേശു ക്രിസ്തു ജനിച്ചത് ആത്മാവിനാലാണ്, നാം ജനിച്ചത് ജഡത്താലാണ്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ആത്മാവിൻ്റെ ഹിതപ്രകാരമാണ്. എന്നാൽ നാം ജനിച്ചത് ഒരു മനുഷ്യന്റെ ഹിതപ്രകാരമാണ്, മനുഷ്യന്റെ ഇഷ്ടപ്രകാരമാണ്. ആ ആത്മാവിനാൽ ജനിച്ചവനെ സ്വീകരിച്ച് ആത്മാവിനാൽ വീണ്ടും ജനിച്ച് ആ സ്വർഗരാജ്യത്തിന്റെ ഭാഗമായി മാറുവാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഇവിടെ വായിച്ച വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്നു ഞാൻ നിന്നോട് പറകയാൽ ആശ്ചര്യപ്പെടരുത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ മനസ്സിരുത്തി വായിക്കണം. ഇവിടെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു അറിവ് നമുക്ക് ഈ വചനം തരും. കർത്താവായ യേശു ക്രിസ്തു
ആത്മാവിനാൽ ജനിച്ചവനാണ്. മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ജനിച്ചവനല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ദൈവമായിരിക്കുന്നത്. ദൈവം ആത്മാവാണ്. ദൈവം തൻ്റെ ആത്മാവിനാൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉളവായി. ഉളവാക്കപ്പെട്ടതല്ല, ഉളവായി. നിങ്ങൾ പുതുതായി ജനിക്കണം എന്നു ഞാൻ നിന്നോട് പറകയാൽ ആശ്ചര്യപ്പെടരുത്. എന്നിട്ട് ഇപ്രകാരം പറയുന്നത്, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്ന നിലവാരത്തിലല്ല, എവിടേക്ക് പോയി എന്നറിയാൻ പറ്റുന്ന നിലവാരത്തിലുമല്ല. ആത്മാവിന് ഇഷ്ടമുള്ളതുപോലെ വന്നു, ആത്മാവിന് ഇഷ്ടമുള്ളതുപോലെ പോയി. ആത്മാവിന് ഇഷ്ടമുള്ളതുപോലെ വന്നു, ആത്മാവിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചു, ആത്മാവിന് ഇഷ്ടമുള്ളതുപോലെ കടന്നുപോയി. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം. നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ വരും, നമ്മെ തൻ്റെ ഹിതപ്രകാരം നടത്തും, നമ്മെ തൻ്റെ ഹിതപ്രകാരം നടത്തി തൻ്റെ ഹിതപ്രകാരം എവിടേക്കാണോ ആത്മാവ് നമ്മെ കൊണ്ടുപോകേണ്ടത് അവിടേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ആത്മാവിൽ ജനിച്ചവരുടെ ജീവിതം. അതാണ് വിശ്വാസ ജീവിതം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന്. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനവും ഒടുവിലത്തെ സ്ഥാനവും എല്ലാം സാക്ഷാൽ നമ്മുടെ അരുമനാഥനായ ക്രിസ്തു മാത്രം ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ വേറെ യാതൊന്നിനും നാം സ്ഥാനം ഒരു കാരണവശാലും കൊടുക്കരുത്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ, ഈ സത്യത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവമക്കളെ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ, നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ, കർത്താവിൻ്റെ ആ സന്തോഷത്തെ അനുഭവിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളേവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഏവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ.